ആ ഫ്രീ മീഡിയ കേരള, ഞാൻ നിങ്ങളുടെ സ്വന്തം അമൃത്. അപ്പോൾ കൂട്ടുകാർ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മൂവി ചത്ത പച്ച. അപ്പം ചത്ത പച്ച നമ്മൾ കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു ടിപ്പിക്കൽ ട്രിബ്യൂട്ട് ഓഫ് പ്രോ റെസ്ലിംഗ്. ഉദാഹരണം WWE, AEW അങ്ങനെയുള്ള മൂവികളിലേക്ക് ട്രിബ്യൂട്ട് ചെയ്ത് ഇറക്കിയൊരു മൂവിയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം ആ ഒരു കാര്യത്തെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു സിനിമ ഇഷ്ടമാവുള്ളൂ, അല്ലാത്തവർക്ക് ഇത് ഇഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. ഇനി ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത് പറയാനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ഒരു മിനിറ്റ്, അദ്വൈത് നാടാരാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അർജുൻ അശോകൻ, വൈശാഖ് നായർ തുടങ്ങിയവരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. റോഷനുണ്ട്, ഇഷാനുണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാർ. അതുപോലെ തന്നെ കാർമിൻ എസ് മാത്യു നായിക, അങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ഇനി സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ സിനിമ ഒരു ട്രിബ്യൂട്ട് ഓഫ് പ്രോ റെസ്ലിംഗ് ആണ്. പ്രോ റെസ്ലിംഗിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങളും പ്രോ റെസ്ലിംഗ് എങ്ങനെയാണെന്നും പ്രോ റെസ്ലിംഗിനെ കുറിച്ച് അറിയാവുന്നവർക്ക് കൃത്യമായിട്ട് ഇത് കണക്ട് ചെയ്ത് സിനിമ, അല്ലാത്തവർക്ക് കണക്ട് ചെയ്യില്ല. എന്താണ് കാണിക്കുന്നത് എന്നുള്ള ലെവലിലേക്ക് നമുക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പറയാനാണ് ഇതിൻ്റെ ഫൈറ്റും പ്രോ റെസ്ലിംഗിലെ മൂവ്മെൻറ്റും ഒക്കെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ബാക്കിയൊന്നും എനിക്ക് സിനിമയുടെ അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയാം. പിന്നെ പറയാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് അർജുൻ അശോകനാണെങ്കിലും റോഷനാണെങ്കിലും ഒക്കെ അവരുടെ കഥാപാത്രം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൈശാഖ് നായരാണ് വില്ലൻ. അടിപൊളിയായിരുന്നു. പുള്ളിയാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ബാക്കിയുള്ളവരൊക്കെ ഒരു ആവറേജ് ആയിട്ട് അങ്ങ് പോയെന്ന് തന്നെ പറയാം. അങ്ങനെ കഥയെക്കുറിച്ച് ഇനി പറയാനാണെങ്കിൽ കഥയൊന്നും അങ്ങനെ വലിയൊരു അടിപൊളി കഥയൊന്നുമല്ല. എപ്പോഴും പറഞ്ഞു കേട്ട കഥ തന്നെ, പോയൊരു കഥ തന്നെ. പ്രതീക്ഷിച്ച പോലത്തെ ക്ലൈമാക്സ്, അങ്ങനെ ട്വിസ്റ്റോ അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ ഒരു അടി ബഹളം ആ ഒരു മൂഡിൽ ഇങ്ങനെ പോകുന്ന സിനിമ, അത്രേ ഉള്ളൂ. പിന്നെ WWE കണ്ടവർക്കും AEW കാണുന്നവർക്കും ഒക്കെയാണ് കുറേ ട്രിബ്യൂട്ട് ഉണ്ട്. കാരണം ഓരോ മൂവ്സ് ഉണ്ട്, അത് കൊള്ളായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ. നമ്മൾ ചെറുപ്പകാലത്തിൽ കട്ടിലൊക്കെ കടന്ന് അടി കൂടുന്ന ഈ WWE കണ്ടിട്ട് അടി കൂടുന്നു, അതിൻ്റെ ബെൽറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ഒരുപാട് നൊസ്റ്റാൾജിയ തരാൻ പറ്റിയിട്ടുണ്ട്. അല്ലാണ്ട് ടിപ്പിക്കലായിട്ട് പോകുന്ന ഒരു പ്രോ റെസ്ലിംഗ് സിനിമ, അത്രേ ഉള്ളൂ സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ. ഇനി ഈ സിനിമ ആർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോ റെസ്ലിംഗിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലാത്തവർ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്തോ ആടേത് എന്നൊക്കെ ചോദിച്ച് ഇരുന്ന് പറയാൻ സാധ്യത